കൊല്ലവർഷം 1200 ആണ്ട്, അതായത് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷക്കാലം രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പൊതുവെ ഈ ഒരു വർഷം നിരവധി പ്രലോഭനങ്ങൾ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രലോഭനങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഗുണകരമാവുന്നത്. ജോലിയിൽ തൊഴിൽപരമായിട്ട് ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്നും വളരെയധികം സഹായങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. അത്തരം സഹായങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ മേഖലയിൽ പരമാവധി മുന്നേറുന്നതിന് വേണ്ടി ശ്രമിക്കുക. ധാരാളം സഹായങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളുണ്ടാവുകയും നിലവിലുള്ള തൊഴിൽ മാറി മറ്റൊരു തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിലവിലെ തൊഴിൽ തന്നെ ട്രാൻസ്ഫർ പോലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനോ താമസം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനൊക്കെയുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരും. നേരത്തെ നിർത്തിവെച്ചിരുന്ന പല കർമ്മങ്ങളും പല പദ്ധതികളും പിന്നീട് ഇപ്പോൾ പുനരാരംഭിക്കുന്നതിനൊരു സമയമാണ്. ചില സംഘങ്ങളുടെയും ചില സംഘടനകളുടെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് യാദൃശ്ചികമായി എത്തിപ്പെടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉണ്ടാകും. നിലവിലെ വാഹനം മാറി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. പുതിയ ചില ശാരീരിക സംരക്ഷണത്തിൻ്റെയും സ്വഭാവ രൂപീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില നല്ല ശീലങ്ങളെല്ലാം, നല്ല സ്വഭാവങ്ങളെല്ലാം ഈ ഒരു സമയത്ത് പുതിയതായിട്ട് നേരത്തെ ഉണ്ടാകാത്ത ചില ശീലങ്ങൾ ഇപ്പോൾ ആരംഭിക്കും. അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ, ചില നേരത്തെ കിട്ടാനിരുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടിയിരുന്ന മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ നിന്നോ ഒക്കെ നേരത്തെ കിട്ടേണ്ടിയിരുന്ന സാമ്പത്തികം ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സമയമാണ്. ഒരു വലിയ തുക തന്നെ കയ്യിൽ ഒരുമിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൊല്ലവർഷം 1200 ആണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.